ഹലോ. എൽ ഡി സിയുടെ എക്സാമിങ് അടുത്തെത്തി അല്ലേ? ജൂലൈയിലാണ് ഒന്നാം ഘട്ട എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എൽ ഡി സിയുടെ ആവേശം നമുക്കൊന്ന് ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുതലൊരു ഹോട്ട് ടോപ്പിക് സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആരംഭിക്കുന്നത്. നിലവിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു റിവിഷൻ സീരീസ്, എൽ ഡി സി ഒരു ഫ്രീ റിവിഷൻ സീരീസ് നടക്കുന്നുണ്ട്. അതിനകത്ത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ, കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിവിഷൻ സീരീസ് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് മുതൽ ഒരു ഹോട്ട് ടോപ്പിക് സീരീസ് ആരംഭിക്കുകയാണ്. എന്നുള്ളതല്ല, ഇത് ആഴ്ചയിൽ ഒരു 2-3 ഹോട്ട് ടോപ്പിക്കുകൾ വെച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും എൽ ഡി സി ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഹോട്ട് ടോപ്പിക് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മുൻവർഷങ്ങളിൽ പല മേഖല, അതായത് സിലബസിനകത്തുള്ള പല മേഖലകളിൽ നിന്നും, അതായത് ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകൾ, PSC ഇതുവരെ കൈവയ്ക്കാത്ത ചില പുതിയ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മേഖലകൾ, ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഈ ഒരു മേഖലകളെ നമ്മൾ ഹോട്ട് ടോപ്പിക്കുകളായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക്കുകളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ വർഷത്തെ എൽ ഡി സി എക്സാമിന്റെ പ്രത്യേകത എന്താ? പ്രിലിംസ്, മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളിൽ ഒറ്റ ഘട്ടമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുടെ നിലവാരം കൂടുമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ മുൻവർഷങ്ങളെ ചോദ്യങ്ങൾ എടുക്കുന്നു. പുതിയതായിട്ട് വന്നിട്ടുള്ള PSC പുതിയതായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയും കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഹോട്ട് ടോപ്പിക്കുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ ചോദ്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും കൂടെ നമ്മൾ പഠിക്കുന്നു. അതാണ് ഈ ഒരു ഹോട്ട് ടോപ്പിക് സീരീസിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഈ പറയുന്ന വീഡിയോയിൽ, ഈ പറയുന്ന ഹോട്ട് ടോപ്പിക് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനകത്തു നിന്നുള്ള 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുൻവർഷം ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, കൈറ്റിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഇത് കേരള ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൈറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ള. കൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയുടെ പൂർണ്ണ രൂപം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈറ്റിന്റെ പൂർണ്ണ രൂപം. കൈറ്റിന്റെ പൂർണ്ണരൂപം നിങ്ങൾ പലപ്പോഴും കൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക കൈറ്റിന്റെ വിക്ടേഴ്സ് ചാനലിനെ പറ്റി, കൈറ്റ് വിക്ടേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സമഗ്ര പോർട്ടൽ, നിങ്ങൾക്കറിയാം SCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമഗ്ര വെബ്സൈറ്റ് ഉണ്ടല്ലോ, അവരെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ സ്കൂളുകളിൽ PSC എക്സാം എഴുതാൻ ചെന്നിരിക്കാറുണ്ട്. അപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട് അല്ലെ? അതായത് പ്രൊജക്ടർ ഒക്കെ ഉള്ള ക്ലാസ് റൂമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ പ്രൊജക്ടറിന് താഴെ കൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ കൈറ്റ്? നമ്മൾ പല സ്ഥലങ്ങളിലും കൈറ്റിനെ പറ്റി കേൾക്കുന്നുണ്ട്. അപ്പൊ കൈറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? കൈറ്റ് എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പൊ കൈറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യവും അതുപോലെ സാങ്കേതിക വിദ്യയും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനുള്ള ഒന്നാമത്തെ ചോദ്യവും നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്ന കൈറ്റ് ആണ്. പക്ഷേ കൈറ്റിനെ പറ്റി നോക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ ചോദ്യം എന്താണെന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന കിഫ്ബിനെ പറ്റിയാണ്. പലതവണ വാർത്തകളിൽ ചർച്ച ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് കിഫ്ബി അല്ലെ? അത് ഭരണപക്ഷം അതിനെ അനുകൂലിച്ചും പ്രതിപക്ഷം അതിനെ എതിർത്തൊക്കെ ഒരുപാട് വാർത്തകളിൽ വന്നൊരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കിഫ്ബി? ഇവിടെ കിഫ്ബിയുടെയും പൂർണ്ണ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 സ്ഥാപനങ്ങളുടെ പൂർണ്ണ രൂപങ്ങളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ പൂർണ്ണ രൂപം എന്താ? കിഫ്ബി എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അപ്പൊ എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 സ്ഥാപനങ്ങളുടെയും പൂർണ്ണ രൂപം ചോദിച്ചത് കൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി ഒരു മിനിമം കാര്യങ്ങൾ, മിനിമം നോളജ് നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് PSC ഇതുവഴി ഉദ്ദേശിക്കുന്നത് അല്ലെ? കൈറ്റിന്റെ പൂർണ്ണ രൂപം അറിയണം, കിഫ്ബിയുടെ പൂർണ്ണ രൂപം അറിയണം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കൈറ്റിനെ പറ്റിയും കിഫ്ബിനെ പറ്റിയും ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ 2 ചോദ്യങ്ങളും വന്നത് മുൻവർഷങ്ങളിൽ. അപ്പൊ ഏതിനകത്താ വരുന്നത്? കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. അതുകൊണ്ട് നമുക്ക് കൈറ്റിനെ പറ്റിയും കിഫ്ബിനെ പറ്റിയും ഒന്ന് വേഗത്തിൽ നോക്കാം. അപ്പോ കൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൈറ്റ് പക്ഷെ ആദ്യം ഈ പേരിലല്ല അറിയപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ITH സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. 2001 രൂപവൽക്കരിച്ചാണ് ITH സ്കൂൾ എന്ന് പറയുന്ന പ്രോഗ്രാം. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും. 2001 ITH സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം രൂപവൽക്കരിക്കുന്നുണ്ട്. ITH സ്കൂൾ, അതായത്
സ്കൂളുകളിൽ IT വിദ്യാഭ്യാസം, IT എന്ന് പറയുന്ന സബ്ജക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് ITH സ്കൂൾ എന്ന് പറയുന്നത്. IT വിദ്യാഭ്യാസം കേരള സിലബസിൽ കൊണ്ടുവരിക, അതിന്റെ ഭാഗമായിട്ടാണ് ITH സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിയാണ് ITH സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് 2001 വരുന്നത്. 2017 ഈ ഒരു പദ്ധതിനെ 2017 ഈ ഒരു പദ്ധതിനെ ഒരു കമ്പനിയാക്കി മാറ്റുന്നു. ആ കമ്പനിയുടെ പേരാണ് കൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, ITH സ്കൂൾ എന്ന് പറയുന്ന 2001 വന്ന നമ്മുടെ സ്റ്റേറ്റ് പാഠപുസ്തകങ്ങളിൽ എന്ത് കൊണ്ടുവരിക, IT എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ടുവരിക, സിലബസിൽ IT ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റുക. അതിനുവേണ്ടി കൊണ്ടുവന്ന ITH സ്കൂൾ പദ്ധതി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 2017 ഈ ഒരു പദ്ധതിയുടെ പേര് മാറി കൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് കൈറ്റ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ രൂപം കൊള്ളുന്നത്. ഇനി എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്? കമ്പനിയുടെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT നമ്മൾ പറയും, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിൽ കൊണ്ട് സ്ഥാപിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്, സ്കൂളുകളിൽ ഞാൻ പറഞ്ഞു പ്രൊജക്ടറുകൾ കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ലാബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അവർ സഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അവർ സഹായം കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈറ്റ് ആണ് സഹായം കൊടുക്കുന്നത്. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്, ഉള്ളടക്ക വികസനം, കണക്ടിവിറ്റി, അതായത് സ്കൂളുകളിലും ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്റർനെറ്റ്, അതിവേഗമുള്ള ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കുന്നതും കൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഉപഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം, ഉപഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമ്മുടെ കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ. നിങ്ങൾക്ക് അറിയാലോ, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ഉപഗ്രഹം വഴിയുള്ള വിദ്യാഭ്യാസം, എജുസേറ്റ് വിക്ഷേപിച്ചതിന് ശേഷമാണ് കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ കേരളത്തിൽ വരുന്നത്. അപ്പൊ അതുവഴി ഉപഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ സർക്കാരിന്റെ സഹായത്തോടെ നടക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, കൈറ്റ് എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന IT സേവനങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കണക്ടിവിറ്റി, ഉപഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ സ്കൂളുകൾക്ക് നൽകുന്നു. ഏത് സ്കൂളുകൾക്കാണ്? ഗവൺമെന്റ് സ്കൂളുകൾക്കോ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കോ, അതാണ് പറയുന്നത്. ഗവൺമെന്റ് എയ്ഡഡ് എന്ന് വെച്ചാൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കോ നൽകുന്നതിലൂടെ ആ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? കൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൈറ്റിന്റെ പ്രത്യേകത, കൈറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ എന്ത് കൊണ്ടുവരിക? വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ടുവരിക. അപ്പൊ അതിനുവേണ്ടി കൈറ്റിന് ആരുടെ സഹായമുണ്ട്? കിഫ്ബിയുടെ സഹായമുണ്ട്. നമ്മൾ കിഫ്ബിനെ പറ്റി ഇനി നോക്കും. കിഫ്ബി ഉണ്ടല്ലോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന കിഫ്ബിയുടെ ധനസഹായം നൽകുന്ന ആദ്യത്തെ SPV എന്ന് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് അർത്ഥം. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി രൂപം കൊള്ളുന്ന കമ്പനി, രൂപവൽക്കരിക്കുന്ന കമ്പനിയാണ് നമ്മൾ SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. കൈറ്റ് അത്തരത്തിലൊരു SPV ആണ്. കാരണം കൈറ്റിന്റെ പ്രവർത്തനം എന്താ? വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യവും സാങ്കേതിക വിദ്യയും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് SPV ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന കൈറ്റ് എന്ന് പറയുന്ന. കൈറ്റിന് കിഫ്ബി വഴി ധനസഹായം കിട്ടുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, കൈറ്റിന് കിഫ്ബി വഴി ധനസഹായം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കൈറ്റിന് കിഫ്ബി വഴി ധനസഹായം നൽകുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തിൽ കിഫ്ബി ധനസഹായം കൊടുക്കുന്ന ആദ്യത്തെ SPV ആണ് കൈറ്റ് എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, നമ്മൾ കൈറ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണ് കൈറ്റ് ഉള്ളത്. അല്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് ICT പിന്തുണ, അതായത് ഈ പറയുന്ന ടെക്നോളജിയുടെ പിന്തുണ നൽകുന്നതിനായി കൈറ്റിന്റെ വ്യാപ്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കൈറ്റിന്റെ വ്യാപ്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കൈറ്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് കീഴിലാണ് വരുന്നെങ്കിൽ പോലും കൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും കൈറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കൈറ്റ് രൂപവൽക്കരിച്ച, അല്ലെങ്കിൽ കൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനം രൂപം കൊള്ളുന്നതിനെ പറ്റി ഒരു ചരിത്രം ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ, 2001
IT at സ്കൂൾ പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. 2001 IT at സ്കൂൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അതായത് ഈ ഒരു UR റാവു ടാസ്ക് ഫോഴ്സ് 2000 കേരള ഗവൺമെന്റ് ഒരു UR റാവു ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നു. UR റാവു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. കേരളത്തില് പാഠ്യപദ്ധതിയിൽ IT കൊണ്ടുവരുന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടി റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് UR റാവു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 2001 കേരള പാഠ്യപദ്ധതിയിൽ IT ഉൾപ്പെടുത്താൻ വേണ്ടി IT at സ്കൂൾ പ്രോജക്റ്റ് 2001 വരുന്നു. അങ്ങനെ പാഠ്യപദ്ധതിയിൽ 2001 കേരള സർക്കാരിന്റെ പാഠ്യപദ്ധതിയിൽ IT കൊണ്ടുവരുന്നത്. 2017 നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് 2017 എന്തായിരുന്നു, ഓഗസ്റ്റിൽ കൈറ്റ് ഒരു കമ്പനിയായിട്ട് മാറുന്നു. അതുപോലെ 2017 കൈറ്റ് ഒരു കമ്പനിയായിട്ട് മാറി. അതുപോലെ തന്നെ 2018 ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളും സമഗ്ര റിസോഴ്സ് പോർട്ടലും, അതായത് ലിറ്റിൽ കൈറ്റ് IT ക്ലബ്ബും സമഗ്ര റിസോഴ്സ് പോർട്ടലും രൂപം കൊള്ളുന്ന 2018 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമഗ്ര പോർട്ടൽ എന്താണെന്ന് നമുക്കറിയാം. SCERT ടെക്സ്റ്റ് ബുക്കുകളും സ്കൂൾ ക്ലാസ് നോട്ടുകളും എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പോർട്ടലാണ് സമഗ്ര. ഇത് 2018 രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളും 2018 കുട്ടികൾക്ക് വേണ്ടിയുള്ള IT ക്ലബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്, 2018 കൈറ്റിന്റെ കീഴിൽ രൂപം കൊള്ളുന്നു. ഇനി നമ്മുടെ കൈറ്റിന്റെ നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് കൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ശിവൻകുട്ടി, അതായത് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലാണ് കൈറ്റ് വരുന്നത്. ഇനി ഈ കൈറ്റിന്റെ ചെയർപേഴ്സൺ ആരാണ്? റാണി ജോർജ് IAS ആണ് കൈറ്റിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. കൈറ്റിന്റെ CEO അൻവർ സാദത്താണ് എന്ത് ചെയ്യുന്നത്, കൈറ്റിന്റെ CEO എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം. ഇനി കൈറ്റ് നടപ്പിലാക്കിയ കുറച്ച് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ നോക്കിക്കഴിഞ്ഞാൽ 2020 2021 ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന 2 പ്രോഗ്രാം, ഫസ്റ്റ് ബെല്ലും ഫസ്റ്റ് ബെൽ 2.0. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ലോകത്ത് മുഴുവൻ കോവിഡ് വന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖല, അതായത് ഈ സ്കൂളുകൾ എങ്ങനെ തുറക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പല രാജ്യങ്ങളും, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തന്നെ. അതേസമയം കേരളം എന്ത് ചെയ്തിട്ടുണ്ട്? കേരളം ഓൾറെഡി കൈറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിലവിൽ വിക്ടേഴ്സ് ചാനലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴിയുള്ള പഠന മെറ്റീരിയൽസും എല്ലാം ഓൾറെഡി ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന സമയത്ത് കേരളത്തിന് മടിച്ചു നിൽക്കേണ്ടി വന്നില്ല. എന്തിന്? ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിക്കാൻ വേണ്ടി. കേരളത്തിന് അതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിന്റെ കയ്യിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു TV ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം ഓൺലൈനായിട്ട് സമഗ്ര പോർട്ടൽ വഴി കിട്ടും. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ജൂൺ 1 തന്നെ നമ്മൾ 2020 ജൂണിൽ തന്നെ നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുന്നു, അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നു. കോവിഡ് ആണെങ്കിൽ പോലും നമ്മൾ സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചു. എങ്ങനെയാ? ഓൺലൈനായി സ്കൂളുകളിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന പ്രോഗ്രാം. 2020 കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി അല്ലെങ്കിൽ കൈറ്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. നമ്മൾ കണ്ടിട്ടില്ലേ, ചക്കി പൂച്ചയുടെ ഒക്കെ നിങ്ങൾ ആ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന കണ്ടില്ലേ 2 ടീച്ചർമാര്. ഇപ്പൊ 2020 ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ അധ്യയന വർഷം 2020 ആരംഭിക്കുന്നുണ്ട്. 2021 കോവിഡ് മാറിയില്ല, അപ്പൊ ഫസ്റ്റ് ബെൽ 2.0 വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ കൈറ്റിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട്. 2006 കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങി. നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം എജുസാറ്റ് നമ്മുടെ APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എജുസാറ്റിന്റെ വിക്ഷേപണത്തോടു കൂടി കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ, വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നില്ല, ആ ഒരു എജുസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം. അപ്പൊ ഈ പറയുന്ന ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ കേരളത്തിൽ രൂപം കൊള്ളുന്നു. അതുപോലെ തന്നെയാണ് 2018 സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പ്രോജക്റ്റുകൾ. ഞാൻ പറഞ്ഞു ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് പ്രൊജക്ടറുകൾ കാണാൻ പറ്റും. അത് ഹൈടെക് സ്കൂൾ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ നമുക്ക് ക്ലാസ് റൂമുകളിൽ ഇത്തരത്തിൽ ക്ലാസ് റൂമുകളെ ഹൈടെക് ക്ലാസ് റൂമുകളാക്കി മാറ്റുക, സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ ഇത് കൈറ്റിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ കൈറ്റ് ആണ് കേരളത്തിൽ ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചുമതല കൊടുത്തിരിക്കുന്ന ഏജൻസി ആരാണ്? കൈറ്റ് ആണ്. അപ്പൊ കേരളത്തിൽ ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ചുമതല കൊടുത്തിരിക്കുന്ന ഏജൻസി ആരാണെന്ന് ചോദിച്ചാൽ അത് കൈറ്റ് ആണ്. അപ്പൊ കൈറ്റിനാണ് കേരളത്തിൽ ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ചുമതല കൊടുത്തിരിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഹൈടെക് സ്കൂൾ പ്രോജക്റ്റിന് പിന്നിൽ കൈറ്റ് മാത്രമല്ല, കിഫ്ബിയും പ്രവർത്തിക്കുന്നുണ്ട്. കിഫ്ബി ആണ് ഇതിന് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ്, അതായത് എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് ആക്കി മാറ്റുക, അതിന് നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി കൈറ്റ് ആണെങ്കിലും അതിന് ഫണ്ട് കൊടുക്കുന്നത് കിഫ്ബി വഴിയാണ്. അപ്പൊ 2 ഏജൻസികൾ നമ്മൾ പഠിച്ചു ഈ പറയുന്ന ഹൈടെക് സ്കൂൾ പ്രോജക്റ്റിന്. ഇനി
ഇത് ഏത് പ്രോഗ്രാമിന്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്, ഏത് പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷൻ മിഷൻ അല്ലെങ്കിൽ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷൻ മിഷൻ. ഇതിന്റെ കീഴിലാണ് ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക് ആക്കി മാറ്റുക അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവരുന്നത് പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷൻ മിഷൻ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതെന്ന് പറയുന്നത് നവകേരള മിഷന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും പറഞ്ഞ ക്ലിയർ ആയല്ലോ? അപ്പൊ കൈറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നേരെ കിഫ്ബിയിലോട്ടാണ്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത് പോകുന്ന കിഫ്ബിയിലോട്ടാണ്. കൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരെ കിഫ്ബിയിലോട്ട് പോകുന്നു. കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബിയുടെ ഫുൾ ഫോം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബിയുടെ ഫുൾ ഫോം. കിഫ്ബി രൂപം കൊള്ളുന്നത് 1999 പക്ഷെ അവരെ പറ്റി നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങുന്നത് 2016 അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കാലാവധിയിലാണ് അല്ലെ. അതെന്തുകൊണ്ടാണ്? 1999 ഒരു നിയമം വരുന്നുണ്ട് കേരളത്തിൽ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് എന്നൊരു നിയമം വരുന്നു. ആ നിയമത്തിന്റെ കീഴിലാണ് 1999 നവംബർ 11 ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ബോഡി, അതായത് ഈ നിയമം വഴി രൂപം കൊണ്ട സ്ഥാപനമാണ് കിഫ്ബി. അപ്പൊ 1999 ഒരു നിയമം വഴി കേരളത്തിൽ രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് കിഫ്ബി. ധനകാര്യ വകുപ്പിന് കീഴിലാണ് കിഫ്ബി വരുന്നത്. ഇനി ഈ കിഫ്ബി നമ്മൾ 2016 ശേഷമാണ് കൂടുതൽ കേൾക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ കേൾക്കുന്നതെന്ന് പറയാൻ കാരണം 2016 ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നു. 1999 വന്ന നിയമം 2016 ഭേദഗതി ചെയ്യുകയും കിഫ്ബിയുടെ അധികാരം വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2016 ശേഷം നമ്മൾ കിഫ്ബിനെ പറ്റി കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പൊ വേറൊരു കാര്യം മനസ്സിലാക്കി, കിഫ്ബി എന്താണ് ചെയ്യുന്നത്? അപ്പൊ എന്താണ് ഈ കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത് എന്ന് നോക്കി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേരിനകത്ത് തന്നെയുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം, ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം. മനസ്സിലായില്ല? അതായത് കേരളത്തിലോട്ട് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുക. കേരളത്തിന്റെ റോഡ് അതുപോലെ തന്നെ ഈ പറയുന്ന സ്കൂളുകള്, അതുപോലെ എന്താണ് ആരോഗ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികള്, അതുപോലുള്ള ബ്രിഡ്ജുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്ന ഒരു സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പല സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നു. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാകാം, കടപ്പത്രം ഇറക്കുന്നതാകാം, ബോണ്ടുകൾ കടപ്പത്രം ഇറക്കുന്നതാകാം, അതുപോലെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളാകാം. അങ്ങനെ പല രീതിയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ഫണ്ട് പല അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അത് റോഡാകാം, അതുപോലെ തന്നെ ബ്രിഡ്ജ് ആകാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കിഫ്ബി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. പല മേഖലകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നു, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. കിഫ്ബി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി വേറൊരു കാര്യം, മുന്നേ കേസിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ വേണമെങ്കിൽ അത് ചോദിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതായത് കിഫ്ബിയെ 2016 നിയമത്തിന് ശേഷം പുതിയൊരു 2016 കിഫ്ബിയുടെ നിയമം ഭേദഗതി ചെയ്തല്ലോ. അതിനുശേഷം കിഫ്ബിയുടെ ഫണ്ട് മൊബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു മാറ്റം വരുത്തിയ ഘടനയെ സെബിയും RBIയും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായിക്കോണം. അപ്പോൾ 2016 കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പൊ 2016 കിഫ്ബി നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതി പ്രകാരം കിഫ്ബിക്ക് ഇനി ബാങ്കുകൾ വഴിയും കടപ്പത്രങ്ങൾ ഉപയോഗിച്ചും കടം മേടിക്കാം അല്ലെങ്കിൽ പൈസ കളക്ട് ചെയ്യാം. ആ ഒരു മാറ്റത്തിന് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കിഫ്ബിക്ക് അല്ലെങ്കിൽ കിഫ്ബിയുടെ മാറിയ ഘടനയ്ക്ക് ആരൊക്കെ അംഗീകാരം കൊടുത്തു? സെബി അംഗീകാരം കൊടുത്തിട്ടുണ്ട്, RBIയും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇനി കിഫ്ബി പല സ്ഥലങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതായത് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു. ആ പൈസയാണ് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പൈസ വകമാറ്റി ചെലവാക്കുന്നില്ല. വേറെ ആവശ്യങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണോ കളക്ട് ചെയ്യുന്നത് ആ ഒരു ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കിഫ്ബിയുടെ കീഴിൽ ഒരു ഫണ്ട് ട്രസ്റ്റി കമ്മീഷൻ ഉണ്ട്. ഒരു ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ, ഫണ്ട് ട്രസ്റ്റി ഉപദേശക കമ്മീഷൻ
കിഫ്ബിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് ഫണ്ട് ട്രസ്റ്റി ഉപദേശക കമ്മീഷൻ അല്ലെങ്കിൽ ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ. പല സ്ഥലങ്ങളിൽ നിന്ന് കിഫ്ബി കളക്ട് ചെയ്യുന്ന പൈസ അതേ ആവശ്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി 2019 മാർച്ച് 26 കിഫ്ബി എന്ത് ചെയ്യുന്നു? 2150 കോടി രൂപ കളക്ട് ചെയ്തു, കടമായിട്ട് എടുത്തിട്ടുണ്ട്. എവിടുന്ന? മസാല ബോണ്ട് വഴി. മസാല ബോണ്ട് എന്ന് വെച്ചാൽ കടപ്പത്രങ്ങളാണ്. കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള കമ്പനികളോ ഇന്ത്യക്കകത്തുള്ള സ്ഥാപനങ്ങളോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കടപ്പത്രത്തിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. മസാല കടപ്പത്രം എന്ന് പറയുന്നത്. അപ്പൊ മസാല ബോണ്ട് വഴി 2019 മാർച്ച് 26 കിഫ്ബി 2150 കോടി രൂപ മേടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന സ്ഥാപനമാണ് കിഫ്ബി, അല്ലെങ്കിൽ ആദ്യത്തെ ഗവൺമെന്റ് സ്ഥാപനമാണ് കിഫ്ബി. അപ്പൊ ഇത്തരത്തില് മസാല ബോണ്ട് വിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? കിഫ്ബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി കിഫ്ബിയുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഘടന നോക്കുക, ആരൊക്കെയാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളതെന്ന് നോക്കിയാൽ ചീഫ് മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർപേഴ്സൺ. കിഫ്ബിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ ബോർഡിന്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ധനകാര്യമന്ത്രി. അപ്പൊ ശ്രദ്ധിക്കുക, കിഫ്ബിയുടെ ഉപാധ്യക്ഷൻ ആരാണ്? ധനകാര്യമന്ത്രി. അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, ഉപാധ്യക്ഷൻ ധനകാര്യമന്ത്രി. ഇനി ഇത് കൂടാതെ വേറെ ആരൊക്കെയാണ് കിഫ്ബിക്കകത്തുള്ളത്? ചീഫ് സെക്രട്ടറി ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ടല്ലോ, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ, ഉപാധ്യക്ഷൻ ഇതിൽ അംഗമാണ്. അതുപോലെ ലോ സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി, ഫൈനാൻസ് റിസോഴ്സ് സെക്രട്ടറി. ഇത് കൂടാതെ 7 സ്വതന്ത്ര ചുമതലയുള്ള അംഗങ്ങൾ, ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 7 സ്വതന്ത്ര ചുമതലയുള്ള അംഗങ്ങൾ. അത് ബാങ്കിങ് മേഖലയിൽ നിന്നും എക്കണോമിക്സ് മേഖലയിൽ നിന്നും ധനകാര്യ മേഖലയിൽ നിന്നുള്ള അംഗങ്ങൾ. ഇത് കൂടാതെ ഒരു സിഇഒ. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ചോദിക്കാം, കിഫ്ബിയിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് കിഫ്ബിയിൽ അംഗങ്ങൾ? ചീഫ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആണ്. ഇനി ധനകാര്യമന്ത്രി ഉപാധ്യക്ഷനാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരിക്കലും ധനകാര്യ വകുപ്പിന് കീഴിലാണ് കിഫ്ബി വരുന്നെങ്കിലും ധനകാര്യമന്ത്രി അല്ല കിഫ്ബിയുടെ അധ്യക്ഷൻ, മുഖ്യമന്ത്രിയാണ്. ചീഫ് സെക്രട്ടറി അംഗമാണ്. ഉപാധ്യക്ഷൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ അംഗമാണ്. ലോ സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി, ഫൈനാൻസ് റിസോഴ്സ് സെക്രട്ടറി, 7 സ്വതന്ത്ര ചുമതലയുള്ള അംഗങ്ങൾ, സിഇഒ, ഇവരെല്ലാവരും ഇതിന്റെ അംഗങ്ങളാണ്. ഇനി വേറൊരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, കിഫ്ബിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ അധ്യക്ഷൻ ധനകാര്യമന്ത്രിയാണ്. ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാം. കിഫ്ബിയുടെ അധ്യക്ഷൻ ആരാ? മുഖ്യമന്ത്രിയാണ്. കിഫ്ബിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഇനി ചോദിക്കുന്നത് കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം ധനക്കമ്മി എത്രയാണ്? അപ്പൊ ആരും ശ്രദ്ധിക്കത്തില്ല. റിവൈസ് എസ്റ്റിമേറ്റിന് പകരം നമ്മൾ ബജറ്റ് എസ്റ്റിമേറ്റ് ഇടും. അത് 5.9. റിവൈസ് എസ്റ്റിമേറ്റ് പ്രകാരം 5.8 ആൻസർ. 2 ഓപ്ഷനിലുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാം, കിഫ്ബിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? അത് ധനകാര്യമന്ത്രി. അതുപോലെ ചീഫ് സെക്രട്ടറി ഉണ്ട്, ലോ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ധനകാര്യ വിഭവ സെക്രട്ടറി. ഇത് കൂടാതെ 7 അംഗങ്ങളിൽ നിന്ന് 3 അംഗങ്ങളെ ഇവിടെ തെരഞ്ഞെടുക്കുന്നു. ദെൻ സിഇഒ. ഇത്രയും പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് വരുന്നത്. ഇതിനകത്ത് മുഖ്യമന്ത്രി വരുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നിലവിൽ ആരാണ്? നിലവിൽ പിണറായി വിജയനാണ് ചെയർപേഴ്സൺ കിഫ്ബിയുടെ. വൈസ് ചെയർപേഴ്സൺ KN ബാലഗോപാൽ, ധനകാര്യമന്ത്രി. ഇനി അതിനുശേഷം സിഇഒ എന്ന് പറയുന്ന KM എബ്രഹാം ആണ്. അഡീഷണൽ സിഇഒ എന്ന് പറയുന്ന സത്യജിത്ത് രാജനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കിനകത്ത് നമ്മൾ നോക്കിയ 2 പോർഷൻസ് ആണ്. ഒന്ന് കേരള ഭരണ സംവിധാനത്തിനകത്ത് നമ്മൾ നോക്കി, ഒന്ന് കൈറ്റിനെ പറ്റി നോക്കി, മറ്റൊന്ന് കിഫ്ബിനെ പറ്റി നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക്. കാരണം ഒരുപാട് ഇൻഡെപ്തിൽ നോക്കണ്ട, ആവശ്യമുള്ള കാര്യം, ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്